ടെക് ലോകത്തെ വാർത്തകൾ. വിൽപ്പനയിൽ മന്ദഗതിയിലായിരുന്ന മാരുതി സുസുക്കി ജിംനി വീണ്ടും കരുത്ത് തെളിയിക്കുന്നു. മഹീന്ദ്ര താറിൻ്റെ കടുത്ത മത്സരത്തിനിടയിൽ SUV 60.79% വാർഷിക വളർച്ചയാണ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഓഫ് റോഡ് SUV വിപണിയിൽ മാരുതി സുസുക്കി ജിംനി വീണ്ടും ശ്രദ്ധ നേടുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മന്ദഗതിയിലായിരുന്ന വിൽപ്പനയിൽ വൻ വളർച്ച രേഖപ്പെടുത്തി ജിംനി ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. മഹീന്ദ്ര താർ, ഫോഴ്സ് ഗൂർഖ തുടങ്ങിയ എതിരാളികളുടെ കടുത്ത മത്സരത്തിനിടെയാണ് ഈ നേട്ടം. ഏപ്രിൽ മാസത്തിലെ വിൽപ്പനാ കണക്കുകൾ പ്രകാരം 2025 431 യൂണിറ്റുകൾ മാത്രമായിരുന്ന ജിംനിയുടെ വിൽപ്പന 2026 ഏപ്രിലിൽ 693 യൂണിറ്റായി ഉയർന്നു. ഇതോടെ വാർഷികാടിസ്ഥാനത്തിൽ 60.79% വളർച്ചയാണ് വാഹനം കൈവരിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 262 യൂണിറ്റുകളുടെ അധിക വിൽപ്പനയാണ് കമ്പനി നേടിയത്. മാരുതി സുസുക്കിയുടെ നെക്സ ഡീലർഷിപ്പുകൾ വഴി വിപണിയിലെത്തുന്ന ജിംനി പഴയ മാരുതി ജിപ്സിയുടെ പിൻഗാമിയായാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഓഫ് റോഡ് യാത്രകൾക്കായി മാരുതിയുടെ ഓൾ ഗ്രിപ്പ് പ്രോ 4-വീൽ ഡ്രൈവ് സാങ്കേതിക വിദ്യയും ജിംനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോമ്പാക്ട് ഡിസൈനും കുറഞ്ഞ ഭാരവും കാരണം കഠിനമായ മലമ്പാതകളിലും മണൽ പ്രദേശങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വാഹനത്തിന് സാധിക്കും. നിലവിൽ ജിംനിയുടെ എക്സ് ഷോറൂം വില 12.32 ലക്ഷം രൂപ മുതൽ 14.45 ലക്ഷം രൂപ വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെറും ടെക്സ്റ്റ് നിർദ്ദേശങ്ങൾ നൽകി വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ജെമിനി ഓംനി സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിച്ച് ഗൂഗിൾ. AI അധിഷ്ഠിത വീഡിയോ എഡിറ്റിംഗിനെ കൂടുതൽ ലളിതമാക്കുന്നതാണ് പുതിയ ഫീച്ചർ. ഈ ഫീച്ചർ ജെമിനി ആപ്പിലും വെബ് പ്ലാറ്റ്ഫോമിലുമാണ് ലഭ്യമാകുന്നത്. ഗൂഗിളിന്റെ ഏറ്റവും പുതിയ മൾട്ടി മോഡൽ AI മോഡലായ ജെമിനി ഓംനി ടെക്സ്റ്റ്, ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ എന്നിവ മനസ്സിലാക്കാനും അതനുസരിച്ച് പുതിയ കോണ്ടന്റുകൾ സൃഷ്ടിക്കാനും സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ വീഡിയോ എഡിറ്റിംഗിനാണ് പ്രധാനമായും ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രോംപ്റ്റിൽ എല്ലാ നിർദ്ദേശങ്ങളും നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ചാറ്റ് ചെയ്യുന്നതുപോലെ തുടർച്ചയായി നിർദ്ദേശങ്ങൾ നൽകി വീഡിയോ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കോൺവെർസേഷണൽ എഡിറ്റിംഗ് സംവിധാനവും ജെമിനി ഓംനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് നൽകിയ നിർദ്ദേശങ്ങൾ മോഡൽ ഓർത്തുവെക്കുന്നതിനാൽ ഓരോ തവണയും വീണ്ടും വിശദീകരിക്കേണ്ടതില്ല. ഉപയോക്താക്കളുടെ സ്വന്തം ശബ്ദമുപയോഗിച്ച് ഡിജിറ്റൽ അവതാർ സൃഷ്ടിക്കാനുള്ള അവതാർസ് ഫീച്ചറും ഗൂഗിൾ അവതരിപ്പിച്ചു. ഇതിലൂടെ വ്യക്തിയുടെ ഡിജിറ്റൽ രൂപം ഉപയോഗിച്ച് വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയും. എന്നാൽ നിലവിൽ ചില നിയന്ത്രണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പരമാവധി 10 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പുകളാണ് സൃഷ്ടിക്കാനോ എഡിറ്റ് ചെയ്യാനോ കഴിയുക. ഭാവിയിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾക്ക് പിന്തുണ നൽകുമെന്ന് ഗൂഗിൾ അറിയിച്ചു. AI ഉപയോഗിച്ച് സൃഷ്ടിച്ച വീഡിയോകൾ തിരിച്ചറിയാൻ ഗൂഗിളിന്റെ സിന്ത് ID ഡിജിറ്റൽ വാട്ടർമാർക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ AI ജനറേറ്റഡ് കോണ്ടന്റുകൾ തിരിച്ചറിയാൻ ഉപയോക്താക്കൾക്ക് സഹായകരമാകും. ജെമിനി ഓംനി ഫീച്ചർ ഗൂഗിൾ AI+ പ്രോ അൾട്രാ സബ്സ്ക്രൈബർമാർക്കാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. യൂട്യൂബ് ഷോർട്സിലും യൂട്യൂബ് ക്രിയേറ്റിലുമായി ഈ സാങ്കേതികവിദ്യ ഉടൻ കൂടുതൽ വ്യാപകമാക്കാനാണ് ഗൂഗിളിന്റെ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CBSE റീവാലുവേഷൻ പോർട്ടലിൽ സൈബർ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. 50ഓളം വിദ്യാർത്ഥികൾക്ക് അനധികൃത പ്രവേശനം ലഭിച്ചതോടെ ഫീസ് തുകകളിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തി. സാങ്കേതിക പ്രശ്നങ്ങൾക്കിടെ CBSE പോർട്ടൽ ജൂൺ 1 മുതൽ വീണ്ടും തുറക്കുമെന്ന് അറിയിച്ചു. സംഭവത്തിൽ IIT വിദഗ്ധർ അന്വേഷണം ആരംഭിച്ചു. CBSEയുടെ റീവാലുവേഷൻ പോർട്ടലിലെ പേയ്മെന്റ് സംവിധാനത്തിന് നേരെ സൈബർ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. ഇതിലൂടെ ഏകദേശം 50 വിദ്യാർത്ഥികൾക്ക് അനധികൃതമായി സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതായും അധികൃതർ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് റീവാലുവേഷൻ ഫീസ് തുകയിൽ അസാധാരണ മാറ്റങ്ങൾ സംഭവിച്ചു. ചില വിദ്യാർത്ഥികൾക്ക് ഫീസ് വെറും 1 രൂപയായും ചിലർക്ക് 67,000 മുതൽ 68,000 രൂപ വരെയായും പോർട്ടലിൽ പ്രദർശിക്കപ്പെട്ടു. HDFC ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയുമായി ബന്ധപ്പെട്ട തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന. സംഭവത്തെ തുടർന്ന് IIT മദ്രാസ്, IIT കാൺപൂർ എന്നിവിടങ്ങളിലെ വിദഗ്ധരും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് പരിശോധന നടത്തുകയാണ്. പോർട്ടലിന്റെ സുരക്ഷയും പേയ്മെന്റ് സംവിധാനവും കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഇതിനിടെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റീവാലുവേഷൻ നടപടികൾക്കായുള്ള പോസ്റ്റ് റിസൾട്ട് പോർട്ടൽ ജൂൺ 1 മുതൽ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുമെന്ന് CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളില്ലാതെ അപേക്ഷ സമർപ്പിക്കാനാണ് ഈ മാറ്റമെന്ന് ബോർഡ് വ്യക്തമാക്കി. റീവാലുവേഷൻ നടപടികളിലെ പരാതികളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.